ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്തിന്? ഇതാ, നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതിക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെങ്ങനെ? നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതുക്കൽ തന്നെ നിൽക്കുന്നുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും. ഇവിടെ എഴുതിയേക്കുന്ന ഇതിനകത്തുള്ള ആശയം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ ഒത്തുചേരുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്നലത്തെ വീഡിയോയും കൂടെ ഒന്ന് കാണണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായി പകരും എന്നാണ് ആ വീഡിയോയുടെ തപ്നയിൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയും കൂടെ ഒന്ന് ചേർത്ത് അതുകൂടെ കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും. കാരണം ഒരു വീഡിയോയോട് ചേർന്ന ആശയങ്ങളാണ് മുന്നോട്ട് കൂടുതലും വരുന്നത്. അതുകൊണ്ട് അതും കൂടെ ചേർന്നാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഒത്തുചേർന്നാൽ കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുന്നവരുടെ കൂടെ ഒത്തുചേരുമ്പോൾ അത് വേറൊരാത്മാവ് അതിനകത്തൂടെ വ്യാപരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ശുശ്രൂഷകളിൽ കൂടെ പകരുന്നത് അല്ലെങ്കിൽ വ്യാപരിക്കുന്നത് വേറൊരു ആത്മാവാണ്, പരിശുദ്ധാത്മാവല്ലത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് പുറത്തുള്ള പരീക്ഷണങ്ങളിലേക്ക് പോവുക എന്നാണ്. ദൈവവചനത്തിന് പുറത്തുള്ള പരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ, ദൈവവചനം അരുതെന്ന് പറഞ്ഞിടത്തേക്ക് പോകുമ്പോൾ, ദൈവവചനം ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതെയും ദൈവവചനം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനകത്തൂടെ ഒരു മറ്റൊരാത്മാവ്, അത് സഭയ്ക്കകത്താണേലും അതിനകത്തൂടെ മറ്റൊരാത്മാവ് പോകുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്താ കുഴപ്പമെന്ന ഉൽപ്പത്തി 3:23 വായിച്ചേ. അവനെ എടുത്തിരുന്ന നിലത്ത് വേല ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവനെ എടുത്തിരുന്ന നിലത്ത് പണിയെടുക്കേണ്ടതിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയേക്കുന്നത് മണ്ണിൽ പണിയെടുക്കേണ്ടതിന്. ഇതിൻ്റെ ആത്മീക അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരം മണ്ണാണ്. പുറത്താക്കിയെന്ന് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളോട് വായിച്ചേ. ദൈവം സ്ത്രീയോട്, ഞാൻ നിന്റെ ഗർഭകാല പീഡകൾ ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ ആദാമിനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കും. അത് നിനക്ക് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട നീ അതിലേക്ക് തിരികെ ചേരുവോളം നിന്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഒരു ഭാഗത്തൂടെ വേണമെങ്കിൽ ശാപമെന്ന് പറയാം, ആഴമായി പഠിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമെന്ന് പറയാം. കാരണം ഈ പാപം ചെയ്ത ശേഷം ഈ പുരുഷനും സ്ത്രീയും കൂടെ ഏദൻ തോട്ടത്തിൽ നിന്ന് പിന്നെ മുന്നോട്ട് തുടർന്നായിരുന്നെങ്കിൽ ഇവരനുഭവിക്കാൻ പോകുമായിരുന്ന വലിയ കെടുതികളിൽ നിന്ന് ഇവനെ വിടിവിച്ച ഒരനുഗ്രഹമാണെന്നും പറയാം. പക്ഷേ വേറൊരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാനായി ചേർന്നാൽ ഒരു സംഭവം ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ ഏദനിൽ നിന്ന്, ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകും. പക്ഷേ ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകുമ്പോൾ തന്നെയും ഈ വ്യക്തി കെട്ടിടത്തിലായിരിക്കും, സഭയുടെ കെട്ടിടത്തിലായിരിക്കും, ശുശ്രൂഷകൻ്റെ സ്നേഹിതനായിരിക്കും, ചിലപ്പോൾ അവിടെ ശുശ്രൂഷൻ കാണും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് പുറത്താകും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താകും. അതായത് ഈ ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്ത് വന്നവൻ വീണ്ടും വീണിട്ട് ഈ ഭൂമിയിലുള്ള സാത്താന്യ ലോകത്തേക്ക് പോകും. അപ്പോൾ അവൻ ഭൗതികമായി സഭയ്ക്കകത്ത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ശുശ്രൂഷൻ കാണും, കെട്ടിടത്തിനകത്തും ഉണ്ട്, ശുശ്രൂഷകൻ അവൻ്റെ വെല്ലുവിളി, അവൻ്റെ ആളുമാണ്. പക്ഷേ ഈ കബളിപ്പിക്കൽ അവനറിഞ്ഞില്ലെങ്കിലും ശുശ്രൂഷകൻ അറിഞ്ഞില്ലെങ്കിലും ദൈവരാജ്യം അറിയും, ദൂതനറിയും, ദൈവമറിയും, സാത്താൻ അറിയും, അവൻ്റെ ദൂതന്മാരറിയും. അപ്പോഴിവിടെ വിശ്വാസം അഭിനയിച്ച് ഇങ്ങനെ കാണും. എന്നാൽ പരിശുദ്ധാത്മാവിലാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2:46-47 വായിച്ചേ. ഒരു മനസ്സോടെ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും
സകല ജനത്തിൻ്റെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ഇത് എഴുതിയേക്കുന്നത് ഒരുമനപ്പെട്ടാണെങ്കിൽ അവർ അപ്പസ്തോലന്മാരുടെ 46 എഴുതിയേക്കുന്ന അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം മുറിച്ചുകൊണ്ട് ഉല്ലാസത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ പ്രീതി അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാലത്ത്, ഈ ഉണർവിൻ്റെ ഒരു കാലത്ത് ഇതിനെ നയിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാർ എല്ലാവരുമായിട്ടും പ്രീതി അനുഭവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഉണർവിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ആയിരുന്ന കൂട്ടായ്മകളൊക്കെ ഒന്ന് നോക്കിക്കോ. ഇത് ഉണർവിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇത് എല്ലാവരുമായിട്ടും ഒരു പ്രീതി അനുഭവിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആരോടും പിണക്കമൊന്നും ഇല്ലായിരുന്നു. അവരല്ല തെറ്റുകാരെന്നും അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ട ഒരു കാലത്ത് അന്ന് വ്യക്തികളോട് ആർക്കും വിരോധമില്ലായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ എതിര് നിൽക്കുന്നവനെ മുഴുവൻ പുറത്താക്കിയും അവനെ വേറൊരു ഗ്രൂപ്പിലാക്കിയും അവനെ ഒറ്റപ്പെടുത്തിയും ഒക്കെ വന്ന് ഇന്നത്തെ പല സഭകളും ചെറുതായി പോയി. എണ്ണത്തിൽ അങ്ങ് കുറഞ്ഞു പോയി. കാരണം ഒരുമനപ്പെടുന്ന അവസ്ഥ പോയി. ഈ തൽക്കാലം ഇന്നിപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവന് നാളെ അവനെ എന്ന് പുറത്താക്കുമെന്നുള്ളതുകൊണ്ട് അവനും നോക്കിയാണ് നിൽക്കുന്നത്. നോക്കി നിന്നില്ല പണി കിട്ടുമെന്നും കൊണ്ട് ഒരു അകലം വിട്ട് നിൽക്കുമ്പോൾ ഒരു മനമാകുകയില്ല. അപ്പോൾ ആത്മാവിൽ ഒരുമിക്കാത്തത് കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് തിരുവചനം വിട്ട് കടുകിട മാറുകയില്ല. ഇവിടെ എഴുതിയേക്കുന്നത് ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം മുറിച്ചുകൊണ്ട് ഉല്ലാസത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും പ്രീതി അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ പൊതുജനം സന്തോഷത്തോടെ അനുസരിച്ചു, ഒരു മനപ്പെട്ടു. പല സഭകളിലും മുമ്പ് ഉണ്ടായിരുന്നിടത്ത് ഇന്നാളില്ലാത്തതിൻ്റെ കാര്യം ദൈവത്തെ സ്തുതിക്കുന്നതിലും സകല ജനത്തിൻ്റെ പ്രീതി അനുഭവിക്കുന്നതിലും ശുശ്രൂഷകർ പുറകോട്ട് പോയെന്നുള്ളതാണ്. വിശ്വാസികളും പുറകോട്ട് പോയി, ഗ്രൂപ്പ് പിടിച്ച് പുറകോട്ട് പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പണ്ട് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം സഭയിലോട്ട് കൂട്ടിച്ചേർത്തു. അന്നേരം പറഞ്ഞ് ഞാൻ വിളിച്ച് വരുത്തുകയെന്ന്. പരിശുദ്ധാത്മാവ് എന്നുള്ളത് പോയി. ആ ബോധം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നതെന്നൊരു ബോധം ഉണ്ടായിരുന്ന കാലത്ത് ആളുകൾ സഭകളിലോട്ട് ചെന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേതാവിന് തോന്നി, അല്ല നേതാവിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് തോന്നി ഞങ്ങളാണ്, ഞങ്ങളുടെ പാസ്റ്ററാണെന്നുള്ള ചിന്ത വന്നപ്പോൾ ആളുകളില്ലെന്നായി. ആൾ കൂട്ടാൻ വേണ്ടി പല ശ്രമം നടത്തി നോക്കി, ഭക്ഷണം കൊടുത്തു നോക്കി, ഭയങ്കര പരിപാടി നടത്തി നോക്കി. എന്നെ നോക്കിയിട്ട് നടന്നില്ല. കാരണം യേശു ഭക്ഷണം കൊടുത്തു നോക്കിയിട്ട് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തിട്ട് ഇവരൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ ഭക്ഷണം കൊണ്ട് നിൽക്കുമോ? ഒന്നും നിൽക്കുകയില്ല. ഭക്ഷണം കൊണ്ടൊന്നും ഇത് നിൽക്കുകയില്ല. ഇനി അപ്പസ്തോല പ്രവൃത്തി 4:12 വായിച്ചേ, എന്താണ് അതിൻ്റെ കാരണം എന്നറിയാം. മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ ഈ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാൻ രക്ഷയില്ല. എന്നാ അഭിനയിച്ചാലും, എന്നാ കോലം കെട്ടിയാലും, എന്നാ ഭക്ഷണം കൊടുത്താലും, എന്നാ പൈസ കൊടുത്താലും രക്ഷിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെടണമെങ്കിലും ഒരുമനപ്പെട്ട് നിൽക്കണമെങ്കിലും സന്തോഷത്തോടെയും ഹൃദയ പരമാർത്ഥതയോടെയും സഭകളിലേക്ക് വരണമെങ്കിലും ദൈവത്തെ സ്തുതിക്കണമെങ്കിലും സകല ജനത്തിൻ്റെ പ്രീതി അനുഭവിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് വേണം. ഈ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാത്ത ഒരു സഭകളും എണ്ണത്തിൽ വർദ്ധിക്കുകയില്ലെന്ന് മാത്രമല്ല, ഉള്ളത് പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരമില്ലാത്തടത്ത് വചനം പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ബുദ്ധിയിലുള്ള പ്രസംഗമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മാവായിരിക്കും. അങ്ങനെ ദുരാത്മാവ് വ്യാപരിക്കുന്ന പ്രസംഗങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും ഇത് എണ്ണത്തിൽ വർദ്ധിക്കുകയോ ശക്തിയുടെ ഒരു പ്രവാഹം ഉണ്ടാകുകയോ ചെയ്യല. അപ്പോൾ ഒരുമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മനപ്പെടണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവായിരിക്കണമെങ്കിൽ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് 100% കറക്റ്റായിട്ട് നിൽക്കുക തന്നെ വേണം. മാനസാന്തരത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടാകണം. ഞാനാണ് എല്ലാം എന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിൽ അത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന 14-ാം അധ്യായത്തിൽ പറയുന്ന ലൂസിഫർ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ ഞാൻ മൂക്കുമ്പോൾ
അവിടെ ദൈവസഭ വളരുകയില്ല, അത് എണ്ണത്തിൽ തളരുകയുള്ളൂ. കുറച്ച് കാലം ഇങ്ങനെ നിൽക്കും, പിന്നെ പതുക്കെ കുറഞ്ഞ് വരും. കസേര അകത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ലാസ്റ്റ് ആയി കഴിയുമ്പോൾ സ്റ്റേജ് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ലൈവ് വിടും. അല്ലാതെ പിന്നെ ഒരിക്കലും ജനത്തിനെ കാണിക്കാൻ മേലാത്ത അവസ്ഥ വരും. കാരണം ആളുകൾ സ്ഥിരമായിട്ട് നോക്കുമ്പോൾ ഈ ആഴ്ച ഉള്ളവൻ അടുത്ത ആഴ്ചയില്ല, അടുത്ത ആഴ്ച ഉള്ളവൻ പിറ്റത്തെ ആഴ്ചയില്ല, പിറ്റത്തെ ആഴ്ച ഉള്ളവൻ അവിടുത്തെ ആഴ്ചയില്ല. അങ്ങനെ വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ദുർബലത മനുഷ്യൻ കാണാനിടയാകും. അതുകൊണ്ട് ഒരു മനപ്പെടണമെങ്കിൽ അതിനെ യോജിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ വേണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു മനപ്പെട്ട ഒരു കൂട്ടം ഹൃദയപരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങനെ മുന്നേറുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ആ കൂട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് അനേകരെ, രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് അനുദിനം രക്ഷിക്കപ്പെടുന്നവരെ കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യം, ഒരു ഉണർവ് ഒരിക്കൽ കൂടി അയച്ച് ഈ ഞങ്ങളുടെ ഈ സംസ്ഥാനത്തെ ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.